തന്റെ മകൻ ആകാശോടൊത്ത് താമസിച്ചു. ആകാശ് ആ ഗ്രാമത്തിലെ ഒരു വലിയ പണക്കാരന്റെ അടുത്താണ് ജോലി ചെയ്തിരുന്നത്. പണക്കാരന് ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. ആകാശ് അയാളുടെ കാർ ഓടിച്ചു. അവൻ ചിലപ്പോൾ അയാളുടെ കാർ ഓടിക്കും, ചിലപ്പോൾ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യും. പണക്കാരൻ ആകാശിന് വളരെ ജോലികൾ കൊടുത്തു, എങ്കിലും ശമ്പളം വളരെ കുറവായിരുന്നു. ഒരു ദിവസം ആകാശ് പണക്കാരന്റെ ഓഫീസിനകത്ത് ചെന്നു. സർ, ദയവ് ചെയ്ത് ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്തോളാം. ഒന്നുകിൽ പെട്രോൾ പമ്പിൽ, അല്ലെങ്കിൽ സാറിന്റെ കാർ ഓടിക്കാം. എനിക്ക് 2 ജോലിയും കൂടി ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ഭയങ്കര ടയർഡാകുന്നു. എന്റെ അടുത്ത് ജോലി ചോദിച്ചു വരുമ്പോ നിന്റെ ശബ്ദം പോലും പൊങ്ങുന്നില്ലായിരുന്നല്ലോ. എന്നാൽ ഇപ്പോ എന്നോട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. അഹങ്കാരം ഒന്നും അല്ല സർ. എന്റെ ബുദ്ധിമുട്ട് ഞാൻ സാറിനോട് ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. എന്നാ ഞാൻ പറയാം, നീ 2 സ്ഥലത്തും ജോലി ചെയ്ത് തന്നെ ആവണം. ശരി, ഞാൻ 2 സ്ഥലത്തും ജോലി ചെയ്യാം. പക്ഷേ എന്റെ ശമ്പളം കുറച്ച് കൂട്ടിത്തരണം. ഈ ശമ്പളത്തിൽ തന്നെ നീ 2 ഇടത്തും ജോലി ചെയ്താൽ മതിയാകൂ. സമ്മതമാണെങ്കിൽ നീ ഇവിടെ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ. പണക്കാരന്റെ പെരുമാറ്റത്തിൽ ആകാശ് ദുഃഖിച്ചു. അവൻ ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. അന്ന് ആകാശ് വേഗം വീട്ടിൽ തിരിച്ചെത്തി. അത് കണ്ടപ്പോൾ അമ്മ അവനോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ, ഇന്നെന്താ നീ നേരത്തെ എത്തിയത്? നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ? അതോ ജോലി വേഗം തീർന്നോ? അമ്മേ, എനിക്ക് ലീവൊന്നുമല്ല. എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടു അമ്മേ. നീ എന്താണ് ഈ പറയുന്നത്? ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? അമ്മേ, എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തരാമോ? ആ വണ്ടിയിൽ നമുക്ക് ലോഡ് കയറ്റാം, നമുക്ക് ഒരുപാട് സമ്പാദിക്കാം, സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിൽ എന്താണിടാ ഉള്ളത്? നിനക്ക് ഞാൻ എങ്ങനെ കാറ് മേടിച്ചു തരും? നമ്മുടെ പക്കൽ ആകെ ഉള്ളത് ഒരു ചെറിയ തുണ്ട് ഭൂമി മാത്രമാണ്. അത് വിറ്റാലേ നമുക്ക് കാറ് വാങ്ങിക്കാൻ സാധിക്കൂ. അമ്മേ, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ സ്ഥലം തിരിച്ചു പിടിക്കാം അമ്മേ. ശരി മോനെ, ഞാൻ നാളെ തന്നെ ഭൂമി വിറ്റേക്കാം. ചന്ദ്ര തന്റെ ഭൂമി വിറ്റു. എന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വണ്ടി വാങ്ങിച്ചു. അമ്മേ, എനിക്കിന്ന് ഒരുപാട് സന്തോഷമായി. ഞാൻ നമ്മുടെ വണ്ടി ലോഡ് കയറ്റാൻ കൊണ്ടുപോകട്ടെ. ഇന്ന് തന്നെ കയറ്റാൻ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കാശ് കിട്ടും അമ്മേ. അമ്മയുടെ അനുവാദവും വാങ്ങി ആകാശ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ ആകെ ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ. പെട്രോൾ അടിക്കാൻ അവൻ ആ പണക്കാരന്റെ പെട്രോൾ പമ്പിലേക്ക് ചെന്നു. ആകാശിനെ കണ്ടപ്പോൾ അയാൾ പുറത്തേക്ക് വന്നു. അത് ശരി, ആരുടെ വണ്ടി കൊണ്ടേ കറക്കം? നിനക്കാരാടാ ജോലി തന്നത്? ഇത് എന്റെ വണ്ടിയാണ്, ഞാൻ വാങ്ങിച്ച വണ്ടിയാണ്. അത് ശരി, അല്ല എന്തിനെങ്ങോട്ട് വന്നത്? പെട്രോൾ അടിക്കാൻ വന്നതാണ്. നിനക്കിവിടെ പെട്രോൾ ഒന്നും ഇല്ല. ഞാൻ പെട്രോൾ അടിക്കാൻ കാശ് തരുന്നില്ലേ? പിന്നെന്തുകൊണ്ട് എനിക്ക് പെട്രോൾ തരാത്തെ? ഞാൻ ഇല്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ചോദിക്കുന്നേ? നിനക്ക് തരാൻ ഇവിടെ പെട്രോൾ ഇല്ല. വേണമെങ്കിൽ സിറ്റിയിൽ പോയിക്കോ, എന്നിട്ട് അവിടെ പോയി അടിച്ചോളൂ. സിറ്റിയിലേക്ക് പോകാൻ മാത്രം എന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലല്ലോ. മാത്രമല്ല സിറ്റിയിലേക്ക് 50 കിലോമീറ്റർ ദൂരവുമുണ്ട്. ദിവസവും ഞാൻ എങ്ങനെയാ പെട്രോൾ അടിക്കുക? ആകാശ് വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്താ മോനെ, പെട്ടെന്ന് നിനക്ക് ജോലി കിട്ടിയോ? ഇനി നാളെ പോയാ മതിയോ? അമ്മേ, എനിക്ക് ജോലി ശരിക്കും ചെയ്യാൻ സാധിച്ചില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അമ്മേ, കർത്താർ അദ്ദേഹത്തിന്റെ പെട്രോൾ പമ്പിൽ നിന്ന് എനിക്ക് പെട്രോൾ തരില്ലെന്ന് പറഞ്ഞു അമ്മേ. ഇത് എന്തൊരു കഷ്ടമാണ്. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ഉള്ള പണം മുഴുവൻ ഈ വണ്ടി വാങ്ങാൻ ഉപയോഗിച്ചു. എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാൻ എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. നീ വിഷമിക്കാതിരിക്കെ, ഭഗവാനെ വിശ്വസിക്ക്. കാരണം സത്യസന്ധരായവരുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ടാകും. ഉടനെ സഹായിച്ചില്ലെങ്കിലും തീർച്ചയായും സഹായിക്കും. അമ്മ പറഞ്ഞത് കേട്ട് ആകാശ് ഉദാസീനതയോടെ വീട്ടിനകത്തേക്ക് ചെന്നു. ഞാനൊന്ന് പോയി ആ പണക്കാരനോട് സംസാരിക്കട്ടെ. അയാൾ തീർച്ചയായും ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഇങ്ങനെ ആകാശിനോട് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പുറപ്പെട്ടു. നിങ്ങളെന്താ ഞങ്ങൾക്ക് പെട്രോൾ തരാത്തത്? പെട്രോളിന്റെ വില ഞങ്ങൾ നിങ്ങൾക്ക് തരുമല്ലോ. ചേച്ചേ, ഇവിടുന്ന് വേഗം പോവാൻ നോക്ക്. സ്ഥലം വിറ്റ് വണ്ടി വാങ്ങിയെന്ന് കരുതി നിങ്ങൾ വലിയവരൊന്നും ആവില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഇരട്ടി കാശ് തന്നാലും ഞാൻ നിങ്ങൾക്ക് പെട്രോൾ തരില്ല. ചന്ദ്ര അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വന്നു. തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഭൂമിക്കടുത്തെത്തിയപ്പോൾ അവൾ അവിടെ നിന്നൊരു ശബ്ദം കേട്ടു. നിൽക്ക് ചന്ദ്ര, നീ എന്തിനാണ് കരയുന്നത്? പെട്രോളിന് വേണ്ടിയാണോ നീ കരയുന്നത്? നിന്റെ അടുത്ത് പെട്രോളിന്റെ ഒരു കിണറുണ്ടല്ലോ.
പ്രേതമാണോ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണത്തിനുള്ള വകയില്ല. പിന്നെ എവിടുന്നാണ് പെട്രോളിന്റെ കിണറുണ്ടാവുക? നിങ്ങളുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് കുഴിച്ചു നോക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് താനേ വിശ്വാസമുണ്ടാകും. ചന്ദ്ര വേഗം വീട്ടിലേക്ക് പോയി. എന്നിട്ട് നടന്നതെല്ലാം ആകാശിനോട് പറഞ്ഞു. 2 പേരും ചേർന്ന് കുഴിക്കാൻ തുടങ്ങി. സത്യത്തിൽ അതൊരു പെട്രോൾ കിണർ തന്നെയായിരുന്നു. അമ്മേ, അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇപ്പൊ നമുക്കൊരു പെട്രോൾ പമ്പ് അങ്ങ് തുടങ്ങിയാലോ? അതിന്റെ പേരാണ് പാവപ്പെട്ട അമ്മയുടെ പെട്രോൾ. ശരിയാ, നീ ഈ വണ്ടിക്ക് വേറൊരു ഡ്രൈവറെ വെച്ചോ. എന്നിട്ട് നീ സ്വന്തമായിട്ട് ഒരു പെട്രോൾ പമ്പ് തുടങ്ങിക്കോ. ആകാശ് ഒരു പെട്രോൾ പമ്പ് ആരംഭിച്ചു. പെട്രോൾ വിൽക്കാൻ തുടങ്ങി. അവൻ ഒരു പുതിയ വീടും നിർമ്മിച്ചു. ഒരു ദിവസം പണക്കാരന്റെ പെട്രോൾ പമ്പിന് തീ പിടിച്ചു. അയാൾക്ക് വൻ നഷ്ടമുണ്ടായി. വിഷമത്തോടെ അയാൾ ആകാശിന്റെ അടുത്തേക്ക് വന്നു. ആകാശ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി തരണം. നീ വിചാരിച്ചാൽ അത് നടക്കും. ആ, എനിക്കും ഒരാളുടെ ആവശ്യമുണ്ട്. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. ശരി, ഞാൻ നിങ്ങൾക്ക് നല്ല ശമ്പളം തരാം. ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിച്ചോളൂ. പണക്കാരൻ ആകാശിന്റെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു. ഏതാനും മാസങ്ങൾക്കകം ആകാശ് വലിയ പണക്കാരനായി.